ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഗെറ്റപ്പ് കണ്ടിട്ട് ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വിചാരിക്കും. അടിപൊളി ഗെറ്റപ്പുമാണ്. എനിക്ക് ഇന്നെ കണ്ടിട്ട് തന്നെ ചിരി വരുന്നുണ്ട്. അല്ല, ബൊമ്മക്കുട്ടീനെ മാറിയിട്ട് ഒന്നായിട്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റൈലിന് ഒന്നും വെച്ചല്ല കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഈ ഗ്ലാസ് വെക്കുമ്പം നമ്മുടെ കണ്ണിന് ഭയങ്കര കൂളിംഗ് ആയിരിക്കും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവുന്നത്. നമ്മളേക്ക് നല്ല മഴക്കാറാണെന്ന്, പക്ഷെ ഗ്ലാസ് പൊന്തിച്ച് വയ്ക്കാൻ നല്ല വെയിലാവും. കുറേ കളിയൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ഇതൊക്കെ കുറേ മുന്നേ ഉള്ള വീഡിയോ ആണ്, അത് ആദ്യമേ ഞാൻ പറയാം ഞങ്ങളോട്. ഇനിയിപ്പോൾ ഒരുപാട് ലോങ് വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡ് വന്ന സമയം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒരുപാട് ഷോർട്സ് അതിന് അന്ന് ഇട്ടത്. അപ്പോൾ ആ ഷോർട്സിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണമല്ലോ എന്തായാലും. അപ്പോൾ അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഈ ഗൾഫിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ആ വീട്ടുകാർക്ക് മനസ്സിലാവും. അവർ ഗൾഫിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഫുൾ തിരക്കാവും, ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ സ്കൂളിലുള്ള സമയമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. നമ്മൾ അവരെ കൂടെ പോകേണ്ട സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, നമ്മളെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഒന്നിനും സമയം തികയൂല. എനിക്കൊന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യാനും കൂടി ചിലപ്പം ടൈം ഉണ്ടായിരുന്നു വരില്ല. അങ്ങനെ തിരക്കാണ്ടാവില്ലേ. അപ്പോൾ ഒരു മാസം പെട്ടെന്ന് പോകും ചെയ്യും. അപ്പോൾ അയ്യോ ഒന്ന് ഇരിക്കണം എന്നൊന്ന് വിചാരിക്കണം. അപ്പോൾ ഇരിക്കണം എന്നൊന്ന് വിചാരിച്ചാൽ എനിക്ക് ഇരിക്കാൻ കൊതിയാവേണ്ടിയിരിക്കും. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് അയ്യോ ഇരുന്നിരുന്ന് മടുത്തല്ലോ, ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പം ഒരു ക്ഷീണമൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കത്തേക്കാണ്. ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ടി വിയുടെയും ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഈ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഗ്രാമപ്രദേശമാണ് അല്ലേ. ആ സൈഡ് അങ്ങോട്ട് പോയവർക്കൊക്കെ മനസ്സിലാവും. അപ്പം കുറേയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ട്, എടുക്കാൻ മറന്നു. ഞങ്ങൾ ഓരോ സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോഴേ. അപ്പോൾ നല്ലത് വരുമ്പോൾ പിന്നെ പെട്ടെന്ന് ഓർമ്മയാകുമ്പോൾ എടുക്കുന്നതാണ്. നല്ല സ്ഥലമാണ്, ഒരുപാട് പോവാണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടിക്ക് തന്നെയാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അത് നന്ദിലത്ത് ജിമാർട്ടിലേക്കാണ് നമ്മൾ പോയത്. അത് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പേപ്പറിൽ അവരെ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നോക്കിയതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ടി വി എടുക്കണം, ഫ്രിഡ്ജ് എടുക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ തിരയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവും എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രാവശ്യം ഒന്നും നോക്കിയില്ല, പരസ്യം കണ്ട് നമ്മൾ ആരോടും ചോദിച്ചില്ല, നമ്മൾ അങ്ങോട്ട് പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഓഫറിലാണ് സംഭവം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഓഫർ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു 1 lakh പുറത്തുള്ള റേഞ്ച് കയറുന്ന ഫ്രിഡ്ജിനുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല കുറവിനാണ് കിട്ടിയത് കേട്ടോ. അതേമാതിരി ടി വി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ 55 ഇഞ്ചിൻ്റെ ടി വി എടുത്തത് കേട്ടോ. അത് നമ്മളെടുത്തത് മറന്നുപോയോ, സാംസങ്ങോ ഫിലിപ്സോ ഒന്നു. പിന്നെ ഫ്രിഡ്ജ് ഹയറാണ് എടുത്തത്. ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മറന്നു കേട്ടോ. പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. പിന്നെ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വായിന്ന് വരിക. അപ്പോൾ അതിനെക്കാട്ടി നല്ല എന്താ പറയാതിരിക്കുന്നതാണ്. അപ്പോൾ അടിപൊളി ഷോപ്പാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്തിയത്. അതായത് ഓപ്പണിങ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുണ്ടാവും. എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇതുണ്ടാവും. പിന്നെ നമ്മളെ അടുക്കള എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുണ്ടിട്ടാണ്. എന്നുവെച്ചാൽ ഗ്രാനൈറ്റൊക്കെ കറുപ്പ് കളറായതുകൊണ്ടേ. അപ്പോൾ നമ്മൾ ഈ ഡബിൾ ഡോറിൽ അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കളേഴ്സൊക്കെ ഉള്ളൂ അവിടെ നിന്നല്ല, എവിടെയെങ്കിലും അങ്ങനത്തെ കളറേ ഉണ്ടാവുള്ളൂ ഈ ഫ്രിഡ്ജിന്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് നിങ്ങൾ കണ്ടാണല്ലോ നമ്മളെടുത്തത് ആ ഷോർട്ട് വീഡിയോയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ടി വി 55 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ, അടിപൊളിയാട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. നമുക്ക് ഗെയിമൊക്കെ കളിക്കാം, പിന്നെ യൂട്യൂബൊക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യമുള്ളൂ, അതിൽ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ഡോർ ഫുള്ള് ഫ്രീസറും മറ്റേ നമുക്ക് ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ രണ്ടും ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം കേട്ടോ. സിസ്റ്റം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല, തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്ത് പോകുന്നത്. പിന്നെന്തൊക്കെയാണ് വേറെ, ഇനിയിപ്പം വേറെ വീഡിയോസ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരാണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത്
കന്യാകുമാരിയാണ്. ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാ പ്രാവശ്യവും ഗുരുവായൂർ, മുത്തപ്പൻകാവ് അങ്ങനെയൊക്കെയാണ് പോവാറ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു. ഇങ്ങനെ പോവാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ എല്ലാ കൊല്ലം പോകാമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ അതായത് വരുന്ന വഴിക്ക് കണ്ട സ്ഥലം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ന്യൂസ് അടിച്ചു ഗൈസ്. അതാണ് നമ്മൾ തോണി ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്നത്, വർത്തമാനം പറയണത്, പണ്ടത്തെ കാഴ്ചകളിലേക്കൊരു മടങ്ങി പോകും. നമ്മളതൊക്കെ ഒരു ടി വിയിലേക്ക് ഇപ്പോൾ കാണാറുള്ളൂ. ഒരു ഷോർട്ട് ഫിലിം ആയാലും എന്തെങ്കിലുമൊക്കെ ഇതിലേ കാണലേ ഉള്ളൂ അല്ലേ, ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ. ഞാനിപ്പോൾ അങ്ങനെ കാണണം കേട്ടോ. എന്താ പറയുക, കുറേ നേരം അവിടെ ഇരിക്കാനൊക്കെ തോന്നിപ്പോയി. പിന്നെ നമ്മൾ രാത്രി എന്താ പറയുക ഇത് കഴിച്ചാണ്, നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, KFC, അത് വാങ്ങിച്ച് കഴിച്ചാണ്. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ തീറ്റയൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇതിൽ. അപ്പോൾ അതും ഞാൻ എടുക്കാൻ വിട്ടിട്ടില്ല. അതൊന്നും നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഹസ്ബൻഡ് വരുമ്പോഴേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രക്കത്തിനുള്ള വീഡിയോ. ഓക്കെ, ബൈ.